നമസ്കാരം. ശബരിമലയിൽ നടന്ന കോടികളുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പത്മകുമാറിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന് എത്ര നിഷേധിച്ചാലും അത് ആര് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ള കാര്യം രണ്ടാമത്. എന്നാൽ പോലും അദ്ദേഹം ഇതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, താഴമൺ തന്ത്രി കുടുംബത്തെയും തന്ത്രിയെയും പഴിചാരി രക്ഷപ്പെടാനായി പത്മകുമാർ ഒരു ശ്രമം നടത്തിയതായി ഇടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു. DNA അതിന്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. തന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്ന ഒരു നിലപാടിൽ തന്നെയാണ് DNA ആ വാർത്തകൾ നൽകിയത്. കാരണം തന്ത്രി അറിയാതെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീക്കുപോക്കോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ്. ഇപ്പോൾ CPM-ന്റെ നിർദ്ദേശപ്രകാരം പാർട്ടിയിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ തലയിലേക്ക് എല്ലാം ചാരിവെക്കാൻ പത്മകുമാർ ശ്രമം നടത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അത് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴികൾ നോക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ തന്ത്രിയുടെ തലയിൽ ചാരിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം പാളികൾ കടത്തിയത് തന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള ഒരു മൊഴിയാണ് പത്മകുമാർ നേരത്തെ നൽകിയത്. ഈ മൊഴി CPM-ന്റെ നിർദ്ദേശപ്രകാരം പത്മകുമാർ നൽകിയതാണ് എന്നാണ് സൂചനകൾ. പത്മകുമാറിന്റെ ജാമ്യ ഹർജി എതിർത്ത് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയതിന് തെളിവില്ല എന്നാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നുമില്ല. കട്ടളപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിനും രേഖകളില്ല. അപ്പം ഇത് ഒരു കള്ളമൊഴി അല്ലെങ്കിൽ ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് പത്മകുമാർ CPM നിർദ്ദേശപ്രകാരം, ചില CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നൽകിയതാണ് എന്നാണ് മനസ്സിലാകുന്നത്. കേസിന്റെ തുടക്കത്തിൽ തന്ത്രിയെ പഴിചാരി പത്മകുമാർ നടത്തിയ പ്രസ്താവനകൾ CPM മുൻകൂട്ടി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. തന്ത്രിയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് വരുത്തി തീർത്ത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വീണ്ടും വ്രണപ്പെടുത്താനായിരുന്നു പാർട്ടിയുടെ ശ്രമം എന്നും പറയപ്പെടുന്നു. 2019 മാർച്ചിൽ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്തുവിടാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് മിനിറ്റ്സിൽ രണ്ടിടത്ത് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ തിരുത്തൽ വരുത്തി പിച്ചള പാളികൾ എന്നത് മാറ്റി ചെമ്പുപാളികൾ എന്നാക്കി. കൂടാതെ പാളികൾ കൊടുത്തുവിടാൻ അനുവദിച്ചതായും എഴുതി ചേർത്തു. ഇതിലൂടെ പത്മകുമാർ നേരിട്ടാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് തന്നെ തെളിഞ്ഞു എന്നാണ് SIT സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ തന്നെ വ്യക്തമായി ഇതിൽ നിന്ന് CPM പാർട്ടിക്കാർ അല്ലെങ്കിൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ പത്മകുമാർ ദൈവത്തെ പോലെ കാണുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഇതിൽ വ്യാപകമായി തിരുത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതി വരുത്തിയത്. എന്നിട്ട് തന്ത്രിയാണ് എല്ലാം ചെയ്തത്, തന്ത്രി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്, തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണക്കൊള്ള നടന്നത്, തന്ത്രിയാണ് സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരൻ എന്ന് വരുത്തി തീർക്കാൻ എന്ന തെറ്റായ ബോധ്യം ജനങ്ങളിലും അന്വേഷണ സംഘങ്ങളിലും അയ്യപ്പ ഭക്തരിലും ഒക്കെ വരുത്താൻ ശ്രമിച്ചു പത്മകുമാർ എന്നാണ് മനസ്സിലാവുന്നത്. ഇയാളൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, പിണറായി വിജയന്റെയും അതുപോലെ MV ഗോവിന്ദന്റെയും കടകംപള്ളിയുടെയും ഒക്കെ വത്സല ശിഷ്യൻ. ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ളയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ട് എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങൂരി പോരാം എന്നുള്ള ധാരണയായിരുന്നു പത്മകുമാർ സഖാവിന്. എന്നിട്ടും പത്മകുമാർ സഖാവിനെ സാറേ എന്നൊക്കെ വിളിച്ച് ന്യായീകരിക്കുന്നവരോട്, അയാളെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവരോട്, ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞവരോട്, അല്ലെങ്കിൽ എന്താണ് സമരം ചെയ്യുന്നവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് എന്താണ് പറയാൻ? ഒന്നും പറയാനില്ല. തന്ത്രിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കാട്ടുകള്ളൻ തന്നെയാണ്, ഭൂലോക കള്ളൻ തന്നെയാണ് പത്മകുമാർ എന്ന് വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു.